ഒറ്റ വർഷം ഇതേ ഉള്ളൂ. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ രണ്ടാമതൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളെ ഇത് തരിതമായിട്ട് ചെയ്യുന്ന രീതിയാണ്. പൊട്ടിയതെന്ന് തോന്നത്തില്ലായിരുന്നു, പൊട്ടത്തില്ലായിരുന്നു അല്ലേ? അത് പോയി വന്നപ്പോഴത്തേന് വെയിൽ കൊണ്ട് അന്നേരം പൊട്ടും. അത് നിമിഷങ്ങൾ കൊണ്ടാണ് ഇത് പൊട്ടുന്നതാണ് അല്ലേ? വെയിൽ അടിച്ചാൽ ഇത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ജ്യൂസാവും. ജ്യൂസായാൽ നമ്മൾ കുടിക്കും. നമസ്കാരം. വേനലാണ്. വേനലിൻ്റെ ചൂടിൽ നമ്മൾ നിന്നുരുകുന്ന സമയമാണ്. ഇപ്രാവശ്യം റെക്കോർഡ് ടെമ്പറേച്ചർ ആണെന്നാണ് പറയുന്നത്. ഏതായാലും നല്ല ചൂടിന് ശമനി എന്ന് പറയുന്നത് നല്ല ഫ്രൂട്ട്സ് ആണ്. നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, അങ്ങനെ കുറേയേറെ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ വേനൽക്കാലത്ത് മാത്രം നമ്മൾ പ്രിഫർ ചെയ്യുന്ന കുറേ ഫ്രൂട്ട്സ്. അതിലൊന്നാണ് ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. നമ്മൾ പൊട്ടുവെള്ളരിയുടെ ഫാമിൽ വന്നിരിക്കുകയാണ്. പൊട്ടുവെള്ളരി രാവിലെ തന്നെ ഇവർ പറിക്കാൻ തുടങ്ങിയാണ്. കുറച്ചൊക്കെ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സുരേഷണ്ണനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് പരിചയപ്പെട്ടു. രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ പൊട്ടുവെള്ളരി പറിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ രാവിലെ വന്നത്. അതുപോലെ തന്നെ പറിച്ചാൽ മാത്രം പോരാ, നമുക്ക് ജ്യൂസും കുടിക്കണം. അത് വഴിയെ കഴിക്കാം. പക്ഷേ ആദ്യം ഇവരോടൊന്ന് സംസാരിക്കുക, ഇതിൻ്റെ കൃഷിയെക്കുറിച്ചും ഇതിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒന്ന് സംസാരിച്ച് നോക്കാം. വാ. പൊട്ടുവെള്ളരിയുടെ ഫാമിനകത്ത് കയറിയിട്ടുണ്ട്. ചെറിയൊരു പാടമാണ് അല്ലേ? ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്. ഇതിന് ചുറ്റും ശരിക്കും പറഞ്ഞാൽ തെങ്ങുംതോപ്പാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ആ തെങ്ങുംതോപ്പിൻ്റെ ഇടയ്ക്ക് തന്നെയുള്ള ഒരു പാടം. വീടുകളും തെങ്ങുംതോപ്പും ഒക്കെയാണ്. ഇതുപോലെ ഒത്തിരി ചെറിയ ഫാമുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ പറിക്കാറായല്ലേ? ഇത് സത്യൻ ചേട്ടനാണ്. അതുപോലെ തന്നെ സുരേഷ് ചേട്ടനാണ് നമ്മളെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയത്. മോഹൻ ചേട്ടനും ഉണ്ട്. ഇവർ 3 പേരും കൂടെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിങ്ങോട്ട് കയറി വന്ന സമയത്ത്. ഇത് ഒരെണ്ണം നല്ല സൈസുള്ള ഒരെണ്ണം ഞാൻ പൊട്ടിച്ചേക്കട്ടെ. പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് പൊട്ടി കഴിയുമ്പോഴാണത് കറക്റ്റായി ഓൾറെഡി പൊട്ടി. ആ ഇതേണ്ടേ, ഇതാണോ നല്ല സൈസുള്ള ഒരെണ്ണമാണ്. ഇത് ചെറുതായിട്ട് പൊട്ടി വന്നതാണ്. ചേട്ടനെ കൊടുക്കുകയാണ്. ഞാൻ എടുത്തെറിയുന്നില്ല. ഇവരിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഇതിപ്പോൾ എറിയാൻ പറ്റത്തില്ല, പൊട്ടിയതുകൊണ്ട്. നമ്മളിങ്ങനെ ഇതിനകത്തൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, പൊട്ടുവെള്ളരിക്ക ഇങ്ങനെ കായ്ച്ചു വരുന്നുണ്ട്. ഇതൊക്കെ പല ഭാഗമായിട്ട് എടുത്തിട്ടുള്ളതായിരിക്കും. സത്യേട്ടാ, ഇത് പൊട്ടി കിടക്കുന്നത് ഇത് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇല്ല, ഇത് ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് അടുത്ത വർഷം ഞങ്ങൾക്ക് വിത്ത് വേണം. വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പാടത്ത് തന്നെ കടന്ന് മൂത്ത് വീണ്ട് അതിന്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുന്നതാണ്. ഇതാണ് അതിന്റെ ഉൾവശം, വിത്തായിട്ട് പൊതിഞ്ഞ് കിടക്കുന്നത്. ഇത് ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് നല്ലപോലെ കഴുകി ഉണക്കി അടുത്ത വർഷം ത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെക്കുന്നതാണ്. ഈ പൊട്ടുവെള്ളരിയുടെ കൃഷിയും വെള്ളരിയുടെ കൃഷിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് വളം വ്യത്യാസമുണ്ട്, അതിന്റെ രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പൊട്ടുവെള്ളരിയാണ്. ഇപ്പൊ ഈ പൊട്ടുവെള്ളരി ശരിക്കും പറഞ്ഞാൽ ഈ വേനൽക്കല്ലേ ഇതിന്റെ? ഇതിപ്പോ വേനൽക്കാലാണല്ലോ. വേനൽ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് കൃഷി ചെയ്യും ഇവിടെ? ഇത് ചില സമയം കിട്ടുന്ന ഞങ്ങൾ പച്ചക്കറി ഇടും. ഇതിപ്പോ ഈ ജനുവരിയിലെ മഴ പെയ്ത കാരണം ഞങ്ങൾക്ക് ഷോർട്ട് പീരീഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നമ്മള് എന്നാലും ഞാൻ ഇടും. അടുത്ത് കഴിഞ്ഞാൽ വെണ്ട, മുളക്, പയർ, അങ്ങനെ 3 ഐറ്റംസ് ഓൾറെഡി ഞങ്ങൾ ഇടും. ഒരു വെള്ളരിയുടെ വിത്തിൽ നിന്ന് എത്ര മാസത്തിന് കായ കിട്ടും? ഒരു 46-ന്റെ അന്ന് ഇപ്പൊ നമ്മൾ കുരു കുത്തി 46 ദിവസത്തിനുള്ളിൽ നമുക്ക് കായ തുടങ്ങും. ഫലം നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അത് എത്ര നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ? അത് നമ്മളൊരു 10-15 ദിവസം 20 ദിവസത്തോളം നമുക്ക് അതിന്റെ വിളവെടുക്കാം. അത് കഴിഞ്ഞ വീണ്ടും നിങ്ങൾ എടുക്കില്ല. ഇല്ല, ഇത് എടുക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന രണ്ടാമത് ഇടുവോ? ഇത് ഈ അടുത്ത വർഷം ഇടും. ഒറ്റ വർഷം ഇതേ ഉള്ളൂ. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ രണ്ടാമതൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളെ ഇത് തരിതമായിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം തന്നെ ഇത് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊട്ടുവെള്ളരിയുടെ കൃഷിയുള്ളതും ഈ കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. ഇതിന്റെ ശരിയായ തനതായ പേര് കക്കരിക്ക. പിന്നെ അത് പല ആൾക്കാരും പല രീതിയിൽ പൊട്ടുവെള്ളരി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയായ നാമം ഇതിന്റെ കക്കരിക്കാന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളരിക്കായുടെ തന്നെ ചെറിയ സാധനത്തിനും കക്കരിക്ക എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇതിന് കക്കരിക്കാന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ?
അതെ. മറ്റേത് കക്കിരിക്കുന്നല്ല, മറ്റേ എന്താ പറയാ, നമ്മള് ചെറിയ കുഞ്ഞു വെള്ളരിക്ക, കുഞ്ഞു വെള്ളരിക്ക സാലഡിനൊക്കെ സലാഡിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സാലഡിന് ഉപയോഗിക്കും നമ്മൾ. ഇതിപ്പോ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു ഇതിന് ബ്ലോണ്ട് ക്യുക്കുംബർ എന്നവരാ പറയുന്നത് തോന്നുന്നു. ബ്ലോണ്ട് ക്യുക്കുംബർ എന്നവരാ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവരത് ട്രഡീഷണലി പറഞ്ഞുകൊണ്ടിരുന്നത് കക്കരിക്കാന്നാണ്. പക്ഷെ ഇപ്പൊ അത് എല്ലാവരും പറഞ്ഞു പൊട്ടുവെള്ളരി എന്ന് പറയാനുള്ള കാരണം ഇത് പൊട്ടി കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് കഴിക്കേണ്ടത് അല്ലേ. പൊട്ടി കഴിയുമ്പോഴാണ് അത് പാകമാകുന്നത്. അപ്പോൾ ഇത് ചുമ്മാ കഴിക്കുന്നവരുമുണ്ട്. പച്ച വെള്ളരിക്ക ഒരു പ്രാവശ്യം സുരേഷ് അണ്ണൻ എനിക്ക് അവരുടെ ഫാമിലി ചെയ്യുന്നപ്പോഴത്തേന്, ഇന്ന് അവരുടെ ഫാമിലി ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ, ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയുണ്ട് കുറച്ചുകൂടെ അല്ലേ, കുറച്ചുകൂടെ പറിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളരിക്ക പറിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ സുരേഷ് ഇങ്ങനെ തീർത്തും ചെറിയ ഒരെണ്ണം പറിച്ചു തന്നു. അത് ചുമ്മാ കടിച്ച് തിന്നാൻ കുഴപ്പമില്ല. കുക്കുംബർ ടൈപ്പ്, കുക്കുംബർ ടൈപ്പ് അത് ഇതിൽ കാണും. അതായത് ഇതിന്റെ കുറെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് പൂർണ്ണ വളർച്ച പറ്റില്ല, അത് ചെറുതായിട്ട് തന്നെ നിൽക്കും. അത് നമുക്ക് ഇങ്ങനെ സാലഡ് പോലെ സലാഡായിട്ട് നമുക്ക് കഴിക്കാം. അത് കഴിക്കാം. ഈ സാധനത്തിന് സാധാരണ വെള്ളരിയേക്കാളിലും വില കൂടുതലല്ലേ. അതെ, അതുകൊണ്ട് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കറി ഉണ്ടാക്കാനും പുളിശ്ശേരി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണെന്നാണ് സുരേഷ് അണ്ണൻ പറഞ്ഞത്. ചെയ്യാം, എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാക്കാം. തോരൻ ഉണ്ടാക്കാം, പരിപ്പിട്ട് വയ്ക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം, മോര് കാച്ചാം, എല്ലാം ചെയ്യാം. വളർത്താം, ഉള്ളിയും പച്ച ഇതൊക്കെ കൂടി കുത്തി കാച്ചാം, എല്ലാം ചെയ്യാം. പച്ചട്ടാ, പഴുത്തതല്ല, പച്ച. പഴുത്തതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. പ്രത്യേക ടേസ്റ്റ് ആണ്. അത് ചേട്ടനൊക്കെ കുഞ്ഞുനാൾ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതെ. അപ്പൊ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇത് ഉണ്ടാക്കുന്നത്? വീടുകളിൽ ഇത്രയും ഇതായിട്ട് വരില്ല. അല്ലല്ല, ഇത് കൃഷിയല്ല ഞാൻ പറഞ്ഞേ, ഈ നമ്മൾ കുടിക്കാനുള്ള. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതൊക്കെ മാറ്റി, തോലൊക്കെ മാറ്റി, വിത്ത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതൊരു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കൂടെ കുറച്ച് ശർക്കര നീര് പിഴിഞ്ഞ് ഒഴിക്കും. പിന്നെ കുറച്ച് നാളികേരം ഇടും. പിന്നെ കുറച്ച് അവലോസ് പൊടി വറുത്തതിടും. അവലോസ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി വറുത്ത് പൊടിച്ചത് അതിടും. കുറച്ച് പഞ്ചസാരയും പിന്നെ ഏലക്കായ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടയർഡായിട്ട് വരുന്ന ആള് ഒരു ഗ്ലാസ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തേജനം, പിന്നെ ഒരു പിക്കപ്പ് കിട്ടുമെന്നാണ് ജനം. ഏതായാലും പൊട്ടുവെള്ളരിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ചെറിയ ക്യൂക്കുംബർ പരുവത്തിലുള്ള. ഇത് ചുമ്മാ കഴിക്കാന്നാണ്. ഇത് നിങ്ങൾ ഈ തരത്തിലാവുന്നത്. ഇത് വലുതാവും. ഈ സാധനമാണ് നമ്മൾ കണ്ട 8 കിലോ ആവണതും അത് 45 ദിവസത്തിനുള്ളിൽ. 40 പ്രത്യേകത കണ്ടില്ല. 6 കിലോ 7 കിലോ ആവുന്ന സാധനമാണ് ഇത്. 6 കിലോ 7 കിലോ ആണ് മാക്സിമം വരുന്നത്. അതാണ് ഇത്. പക്ഷേ പഴുത്ത് കഴിഞ്ഞ് നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തേനൊക്കെ നമ്മൾ എടുത്ത് വാങ്ങിച്ചു വെക്കാൻ പറ്റും? അത് പൊട്ടാത്തത് നോക്കി മേടിക്കണം അല്ലേ? അല്ല, പൊട്ടാത്ത മൂത്തതാണെന്നുണ്ടെങ്കിൽ അത് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ അത് പൊട്ടിയിരിക്കും. അല്ലാത്തതൊക്കെയാണ് പൊട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. 2 ദിവസം 3 ദിവസം മാക്സിമം. അപ്പോൾ പൊട്ടിയിരിക്കണം. അതാണ് ഒറിജിനൽ കായ, മൂത്ത കായ. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജ്യൂസ് കുടിച്ചോണം. അല്ലെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ പാനീയങ്ങൾ എന്താണെന്നാ ഉണ്ടാക്കി കുടിച്ചോണം. അതല്ലെന്നുണ്ടെങ്കിൽ അത് കേടായി പോകും. ഇപ്പം നമുക്കിത് ചെറിയ വെള്ളരി ഇപ്പം കിട്ടിയത് കഴിച്ചു നോക്കാം. വിജയൻ ചേട്ടൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ജൈവവളങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് കഴിക്കുന്നതിന് ഇത് പറിച്ചങ്ങ് കഴിച്ചാൽ മതി. ഒന്ന് പൊടിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞാൽ മതി അല്ലേ? ജൈവവളം മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ? തീർച്ചയായിട്ടും. ഇതിന് ചാണകം അങ്ങനെയുള്ള ചാണകം ഇടും, ഉണക്കച്ചാണകം ഇടും, പിന്നെ ആട്ടുംകാഷ്ടം ഇടും, പിന്നെ കോഴിക്കാട്ടം ഇടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കപ്പലി പിണ്ണാക്ക് പൊളിപ്പിച്ചിടും. അതാണ് ഇത്രയും നല്ല കപ്പലണ്ടി പിണ്ണാക്ക്. കപ്പലി പിണ്ണാക്ക് പശുവിനൊക്കെ കൊടുക്കുന്ന കപ്പലി പിണ്ണാക്കുണ്ട്. അത് വാങ്ങിച്ചിട്ട് അത് ഡ്രമ്മിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ഇതിൻ്റെ തോട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടി കുരുകുത്തും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ നമ്മുടെ കപ്പലി പിണ്ണാക്ക് ഇടുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്ര വലിയ കായ ഉണ്ടാവാൻ മെയിനായിട്ടുള്ള കാരണം അതാണ്. കപ്പലണ്ടി പിണ്ണാക്കെന്ന് ഇവർ പറയുന്നത്, ഞങ്ങളുടെ അവിടെ കടലപ്പിണ്ണാക്കെന്നാണ് പറയുന്നത്, നിലക്കടലയുടെ പിണ്ണാക്ക്. ഓക്കെ. അപ്പോൾ നിലക്കടല പിണ്ണാക്ക് ആണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ എന്നാണ് പറയുന്നത്. ഇത് ചുമ്മാ കഴിക്കാം കേട്ടോ. കഴിക്കുന്നത് നമ്മുടെ സാധാരണ കക്കരിക്ക കഴിക്കുന്ന പോലെ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യൂക്കുംബർ കഴിക്കത്തില്ലേ, സാലഡ് ക്യൂക്കുംബർ കഴിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കഴിക്കാം. നമുക്ക് ഇതിപ്പം ഇവർക്ക് ഇനി പഴുക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചങ്ങ് സാലഡ് ആക്കിയാൽ മാത്രം മതി അല്ലേ? ഇതിപ്പോൾ 2 പാടത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തൊക്കെ വേറെ ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഈ സമയത്ത് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതിൻ്റെ ഞാൻ അത് ഒഴിവാക്കി. ഇനിയിപ്പം കുറച്ച് ഐറ്റം കൂടെ പറിച്ചിട്ട് നമുക്ക് സുരേഷണ്ണൻ്റെ അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കട പോലെ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല കക്കരിക്ക ജ്യൂസ്, ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പറയാം, കക്കരിക്ക അല്ലെങ്കിൽ പൊട്ടുവെള്ളരി ജ്യൂസ് അവരുണ്ടാക്കി തരും. നമുക്കതൊന്ന് കുടിച്ച് നോക്കാം. അവർക്കുണ്ട് കേട്ടോ. അവിടെ നിങ്ങളെ ഇപ്പം ഇവിടെ വന്ന് ഡയറക്റ്റ് ആൾക്കാർ എടുത്തുകൊണ്ട് പോവാണോ ചെയ്യുന്നത്? ഇല്ല, അത്
ഒരുമിച്ച് ആള് വരും. ഞാനിത് തൂക്കായിട്ട് കൊടുക്കും. തൂക്കിയാണ്. പിന്നെ മൊത്തം എടുക്കുന്ന ആൾക്കാർ വരും. മൊത്തം തോട്ടം എടുക്കുന്ന ആൾക്കാർ വരും. ഒരു റേറ്റ് പറഞ്ഞിട്ട് അതെടുക്കും. നമ്മൾ പൊട്ടിച്ച് തൂക്കം അങ്ങനെ എടുക്കുന്നവരുണ്ട്. ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് തൂക്കിയാണ്. അതാണ് കക്കരി അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടുവെള്ളരിയുടെ കൃഷിയുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ രുചിയുടെ കാര്യങ്ങൾ, ഈ ചെറിയ വെള്ളരിക്ക ഞാൻ കഴിച്ചു. അതുകൂടാതെ നമുക്ക് ആ ജ്യൂസും കൂടെ കുടിച്ച് നോക്കാം. വാ വേണ്ടേ. ഈ പൊട്ടുവെള്ളരി എല്ലാം പറിച്ചതിന് ശേഷം അത് അർബാനയിൽ നിറച്ച് ഇവർ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. അത് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ഇവിടെ എടുത്തോളും. കുറേ പേര് വന്നെടുക്കും. എല്ലാവരും ഇവിടെ വന്ന് എടുക്കണമെന്നില്ല. ചിലർ ഹോൾസെയിൽ ആയിട്ടുള്ള കടകളിൽ പോയി എടുക്കും, ചിലർ ഇവിടെ വന്നെടുക്കും. നമുക്ക് ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിലും ജ്യൂസ് കുടിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അല്ലേ? അതെ. ഇതിനകത്ത് പൊട്ടാത്ത സാധനമാണ് ഈ എറിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പൊട്ടിയത് എറിഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതുപടി അങ്ങ് പോകും. പൊട്ടിയതെന്നല്ല, പൊട്ടാറായി നിൽക്കുന്നത് പോലും എറിഞ്ഞു കൊടുക്കാൻ പറ്റുക അല്ലേ? അതുപോലെ സോഫ്റ്റാണ്. അപ്പോൾ പൊട്ടിയതും പൊട്ടാറായി നിൽക്കുന്നത് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നില്ല. ഇതൊരു 2 ദിവസം വരെ നിൽക്കാവുന്ന സാധനങ്ങളാണ് എറിഞ്ഞു കൊടുക്കുന്നത്. അത് ഒരു കുഞ്ഞ് സാധനം, കുഞ്ഞ് കക്കരിക്കായിൽ നിന്ന് ഒരു രാസവളവും ചേർക്കാതെ വെറും 45 ദിവസം കൊണ്ടാണ് 6 കിലോ 7 കിലോ 8 കിലോ വരെ വലുപ്പത്തിലാവുന്നതെന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇവർ പറിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം അധികം ഇല്ല. ഇന്നലെ 600 കിലോ പറിച്ചല്ലേ? ഇന്നലെ 2 പാടത്തിൽ നിന്ന് 600 കിലോ പറിച്ച്. ഇന്നിപ്പോൾ എത്ര കിലോ കാണുമായിരിക്കും ചേട്ടാ? ഇന്ന് നേരെ പകുതിയാണ്, 300 അപ്പോൾ ചില ദിവസങ്ങളിൽ കൂടുതലുണ്ടാവും, ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. അത് ഇറ്റ് ഡിപ്പെൻസ്. നമ്മളങ്ങനെ സുരേഷ് അണ്ണൻ്റെ പൊട്ടുവെള്ളരി ജ്യൂസ് കടയിൽ വന്നു കേട്ടോ. ചേച്ചി അപ്പം വെള്ളരി ജ്യൂസ് ഓൾറെഡി റെഡി ആയിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയത്? അത് കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ച് 10-15 പ്രാവശ്യമൊക്കെ ആയിട്ട് ഒരു ദിവസം ഉണ്ടാക്കും. അത് ഡിപ്പെൻസ് ആണ്. അതെ, കസ്റ്റമർ വരുന്നതനുസരിച്ച് തീരുന്നതനുസരിച്ച് ഉണ്ടാക്കുക അല്ലേ? ഒരു പ്രാവശ്യം ഒരു 10-25 ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കും. ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നതിന് ആൾക്കാർക്ക് ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, നീ എവിടുത്തുകാരനാടാ, വഴി കാണുന്നവരെല്ലാം ചേച്ചി ചേട്ടാ അളിയ അമ്മാച്ചാന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചിന്ന് വിളിക്കാതെ എന്താ നമ്മൾ വിളിക്കുന്നത് അല്ലേ? നമുക്ക് പേരെന്താ പെങ്ങടെ? രമ്യ. ചേച്ചിന്ന് വിളിക്കുന്നതിന് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഒരുപക്ഷെ എന്നെക്കാൾ ഇളതായിരിക്കും, പക്ഷേ എന്നാലും ഇവർക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളൊരു ബഹുമാനപൂർവ്വമാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ബഹുമാനമാണ് നമ്മൾ കാണിക്കുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂടെ സുഹൈലുണ്ട്. സുഹൈലെ, പൊട്ടുവെള്ളരി കുടിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഫസ്റ്റ് ടൈം ആണോ? അപ്പം ചിയേഴ്സ്. സോ റിഫ്രഷിംഗ് ആണ് കേട്ടോ. ഇതിനകത്ത് സ്വല്പം ഏലക്കായൊക്കെ ചേർത്തിട്ടുണ്ട് അല്ലേ? ഏലക്ക ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പലണ്ടി വറുത്ത് പൊടിച്ച് ചേർക്കും. ശർക്കരയാണ്. ഓക്കെ, പഞ്ചസാര ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ ശർക്കരയിലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ശരിക്കും റിഫ്രഷിംഗ് ആണ്. ഈ വേനൽക്കാലത്ത് ഇതൊന്ന് കുടിക്കുകയാണ് നമ്മൾ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ആണോ നിൽക്കുന്നത്? ഇത് സുരേഷ് അണ്ണൻ്റെ വൈഫാണ്. പേരെന്താ? സെൽവി. അപ്പം ഇവർ രണ്ടുപേരും ആണ് ഈ ജ്യൂസിൻ്റെ കാര്യങ്ങളും പൊട്ടുവെള്ളരി വിൽക്കുന്ന കാര്യം. സുരേഷ് അണ്ണൻ കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നു. പൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചാടി വരും. കുഴപ്പമില്ല, ടേസ്റ്റ് പൊളിയാണ്. ഭയങ്കര മധുരമല്ല, ഇതിനൊരു ലൈറ്റ് ഫ്ലേവറുണ്ട്. ആ ഫ്ലേവറും ആ തണുപ്പും കൂടെ ഒക്കെ വരുമ്പോഴത്തേന് ഒത്തിരി തണുപ്പല്ല, ലൈറ്റായിട്ടൊരു തണുപ്പ്. അതുമായിട്ട് നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. സുഹേലിനോട് കേട്ടോ, സുഹേൽ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി സാധനമാണ്. അടിപൊളിയാണ്. അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ആവുന്നുള്ളത്. എന്താ പ്രതീക്ഷിച്ചത്? വെള്ളരിക്കയുടെ ഒരു ടേസ്റ്റാണ് പ്രതീക്ഷിച്ചത്. ഷീസ് എൻറ്റയർലി ഡിഫറെന്റ്. അടിപൊളി സാധനം. പക്ഷേ കുടിച്ചപ്പോൾ തന്നെ നമുക്കൊരു കൂളിംഗ് ഒരു ഫീലാണ് അല്ലേ? ഭയങ്കര റിഫ്രഷിങ് ഫീലാണ് ഇതിന് കേട്ടോ. കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു റിഫ്രഷിങ് ഫീലാണ്. ഇനിയിപ്പം ഒന്നുകൂടെ കുടിക്കണം. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുമുണ്ട്, നല്ലൊരു ഫീലും ഉണ്ട്. അപ്പോൾ അവരടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതും കൂടെ കണ്ടിട്ട് ഒന്നുകൂടെ കുടിച്ച് നമുക്കങ്ങ് പോകാം. നമ്മൾ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അടുത്ത സെറ്റ് ഇവർ റെഡിയാക്കുകയാണ് അല്ലേ? ഇതിനിപ്പം പൊട്ടി വരുന്ന അന്നേരം അങ്ങ് മുറിച്ച് നിങ്ങൾ മാറ്റുമോ? അതോ നല്ലോണം പൊട്ടി വരുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ജ്യൂസ് ആക്കും. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, പൊട്ടിയതെന്ന് തോന്നത്തില്ലായിരുന്നു, പൊട്ടത്തില്ലായിരുന്നു അല്ലേ? അത് പോയി വന്നപ്പോഴത്തേന് വെയിൽ കൊണ്ട് അന്നേരം പൊട്ടും. അത് നിമിഷങ്ങൾ കൊണ്ടാണ് ഇത് പൊട്ടുന്നതാണ് അല്ലേ? വെയിൽ അടിച്ചാൽ ഇത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ജ്യൂസാവും. ജ്യൂസായാൽ നമ്മൾ കുടിക്കും, കാരണം അതുപോലെ ചൂടാണ് അല്ലേ? ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിനി ഉടയ്ക്കുമോ? കയ്യിൽ കൊണ്ട് തന്നെ ഉടച്ചാൽ മതി. അങ്ങനെ അങ്ങ് ഉടച്ചാൽ മതി അല്ലേ?
പൊടിയായി. ആ ഇത് തൊട്ട് കഴിഞ്ഞാൽ അന്നേരം പൊടിയായി, അതുപോലെ പൊട്ടി പോകുന്നതാണ്. അത് തരങ്ങായിട്ട് അങ്ങ് പൊടിയാവും. പിന്നെ ഇതിനകത്ത് പിന്നെ ശർക്കരയൊക്കെ ചേർത്ത് ജ്യൂസാക്കും. വെള്ളം ഒഴിക്കത്തുന്നോ? ഇല്ലില്ല, വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല, കൂടുതൽ വെള്ളമായി പോകും. ആണോ? അപ്പൊ എന്താ തന്നെ കുറച്ച് കഴിയുമ്പോ വെള്ളം പോലെ ആവും. ഇതിനകത്ത് ശർക്കര അങ്ങ് ചേർക്കാന്നുള്ളൂ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം. ആ ശർക്കരയുടെ പൊടിയാണോ ചേർക്കുന്നത്? ഉരുക്കിയ ശർക്കരയാണ്. അത് നമുക്ക് കാണാം കേട്ടോ. ഇവരിനിപ്പോൾ ഉരുക്കിയ ശർക്കര ഇതിനകത്ത് ചേർക്കുമ്പോൾ അത് തന്നെ വെള്ളമാവുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് കുറച്ച് വറുത്ത അരിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അങ്ങ് ശരി എന്തേ ശർക്കര ചേർക്കുകയാണ്. വേണ്ടേ ഇത് നമ്മൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. മുമ്പേ കുടിച്ചപ്പോഴത്തേന് 2 ഗ്ലാസ് അടുപ്പിച്ച് കുടിച്ചു. എന്നാൽ 3ാമത്തെ ക്ലാസ് സുഹേൽ ഒന്നേ കുടിച്ചോളൂ അല്ലേ? അന്നേരം സുഹേൽ ഒന്നേ കുടിച്ചോളൂ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ക്ലാസ് കുടിക്കുന്നു. താങ്ക്സ് ചേച്ചി. ഇതിനകത്ത് ആ ചേരുവകളൊക്കെ ചേർക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ആദ്യം ഇതൊന്ന് ഉടച്ചതിന് ശേഷം ശർക്കരപ്പാനി ഒഴിക്കും അല്ലേ? ശർക്കരപ്പാനി ഒഴിക്കും, പാനിയാക്കി വെച്ചിരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് അവൽ വറുത്ത് പൊടിച്ചതാണ് അല്ലേ? അവൽ വറുത്ത് പൊടിച്ചത് ചേർക്കും. പിന്നെ ഒരു സ്വല്പം കശുവണ്ടി വറുത്ത് പൊടിച്ചത് ചേർക്കും. പൊടിച്ചതെന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്ക് കഷ്ണം ഉണ്ടാവും, പൊടിയുണ്ട് അല്ലേ? അങ്ങനെ പിന്നെ ഒരു സ്വല്പം പഞ്ചസാര ഇടയ്ക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും ശർക്കരയും കൂടെ കൂട്ടിയാണ് ചെയ്യുന്നത്. പിന്നെ അവസാനം ഒരു സ്വല്പം ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അതാണ് സംഭവം. നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്നത് വത്സാലയം എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. അതുകൊണ്ട് നമുക്ക് വത്സാലയത്തിലെ പൊട്ടുവെള്ളരി ജ്യൂസ് എന്ന് വേണേൽ പറയാം. അങ്ങനെ തന്നെ പറയാം അല്ലേ? വത്സാലയത്തിലെ പൊട്ടുവെള്ളരി ജ്യൂസാണ്. ഈ വീടിന് ഒത്തിരി പ്രത്യേകതകളുള്ളതാണെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ഈ ഏരിയയിൽ വന്ന ഈ വീട്ടിലാണ്. ആദ്യമായിട്ട് ടെറസുള്ള വീട് വന്ന ഇതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് TV വന്നിട്ട് ഇവിടെ അയൽവക്കത്തുള്ള പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഒരു TV ഉണ്ടാകുക. അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും പോയിരുന്ന് ഒന്നിച്ചിരുന്ന് കാണുക, ആ സിനിമാ കഥ ഒന്നിച്ച് ചിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഈ സിനിമ കാണുന്ന സമയത്തൊക്കെ ആരും തൊഴിക്കുന്ന സമയത്തൊക്കെ പുള്ളിയും തൊഴിക്കും. ഫുട്ബോൾ കാണുമ്പോൾ ഗോൾ അടിക്കാനായിട്ട് പുള്ളി ഗോൾ അടിക്കും. അതുപോലത്തെയൊക്കെ ഓരോരോ ഫീലിങ്സാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീല് തരുന്ന ഒരു വീട്. ഇവിടെ വന്ന് വത്സാലയത്തിലെ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ച് പൊട്ടുവെള്ളരി കൃഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ചേച്ചിമാർ, 2 പേർക്കും താങ്ക്സ്. സുഹേൽ നിർത്തുകയല്ലേ നമ്മൾ വീഡിയോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ. ഒരു ബൈ പറയുമോ?